ഹലോ ഫ്രണ്ട്സ്, 2023 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോട്ടൽ 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും 2023 SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. 7, 13, 19 etc. is an arithmetic sequence. What is its common difference? Find its 11th term. 7, 13, 19 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? 11ാം പദം കാണുക. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് അഥവാ ശ്രേണി എടുത്ത് എഴുതാം. 7, 13, 19 എക്സെട്ര. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തെ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേം ഏതാണ്? 13 ആണ്. ഫസ്റ്റ് ടേം ഏതാണ്? 7 ആണ്. അതായത് രണ്ടാം പദം 13 ആണ്, ഒന്നാം പദം 7 ആണ്. 13 മൈനസ് 7 എത്രയാണ്? 13ൽ നിന്നും 7 പോയാൽ 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? 11th ടേം അഥവാ 11ാം പദം കാണാനാണ്. നമുക്കറിയാം nth ടേം അഥവാ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? f plus n minus 1 into d. ഇതിലെ എഫ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യം കാണുന്ന പദത്തിനെയാണ്. എൻ എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് എൻ. ഇവിടെ 11th ടേം ആണ്, അതുകൊണ്ട് എൻ എത്രയായിരിക്കും? 11 എന്നായിരിക്കും. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അത് നമ്മളിവിടെ 6 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 11th ടേം അഥവാ 11ാം പദം ഈക്വൽ ടു എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം 7 ആണ്. പ്ലസ് എൻ എന്ന് പറയുന്നത് നമുക്ക് 11ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് എൻ എന്ന് പറയുന്നത് 11 ഗുണിക്കണം ഡി എത്രയാണ്? 6 ഈക്വൽ ടു 7 പ്ലസ് 11ൽ നിന്നും 1 പോയാൽ എത്രയാ? 10 ആണ്. 10 ഗുണിക്കണം 6 എത്രയാ? 60. 7ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ 67. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 11th ടേം അഥവാ 11ാം പദം എത്രയാണ്? 67 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 6th term of an arithmetic sequence is 46. Its common difference is 8. What is its 16th term? Find its 21st term. പൊതുവ്യത്യാസം 8 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 46 ആണ്. ഈ സമാന്തര ശ്രേണിയുടെ 16ാം പദം കാണുക. 21ാം പദം എന്ത്? ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാം. 6th term അഥവാ 6ാം പദം 46 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 8 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? 16ാമത്തെ പദവും 21ാമത്തെ പദവുമാണ് കണ്ടുപിടിക്കേണ്ടത്. nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് അഥവാ n-ാം പദത്തിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ 16ാമത്തെ പദവും 21ാമത്തെ പദവും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. nth ടേമിന്റെ ഇക്വേഷൻ എന്താ? f plus n minus 1 into d. ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. എൻ എന്ന് പറയുന്നതോ എത്രാമത്തെ പദമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ് എൻ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഇതിൽ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കാരണം 16th ടേം അഥവാ 16ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എൻ എന്ന് പറയുന്നത് 16 ആയിരിക്കും. 21ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എൻ എന്ന് പറയുന്നത് 21 ആയിരിക്കും. അതുപോലെ കോമൺ ഡിഫറൻസ് ഡിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 8 ആണ്. ഇത് നമുക്ക് അറിയാത്തത് ഈ എഫ് ആണ്, അതായത് ഫസ്റ്റ് ടേം. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദമാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് 16th ടേമും 21st ടേമും കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എഫ് എങ്ങനെയാണ് അഥവാ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അത് നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം nth ടേമിന്റെ ഇക്വേഷൻ എന്താ? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണല്ലോ nth ടേമിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് 6th ടേം 46 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 6th ടേമിനെ ഈ nth ടേമിന്റെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. 6th ടേം അഥവാ 6ാം പദം ഈക്വൽ ടു എങ്ങനെയാണ് ഈ ഇക്വേഷൻ പ്രകാരം 6th ടേമിനെ എഴുതുക? എഫ് അതുപോലെ എഴുതുന്നു.
n എത്രയായിരിക്കും? 6th ടേം 6ാം പദമായതുകൊണ്ട് n 6 മൈനസ് 1 ഗുണിക്കണം d എത്രയാ? 8 ആണെന്ന് തന്നിട്ടുണ്ട്. 6th ടേം 46 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? f പ്ലസ് 6 മൈനസ് 1 ഇൻറ്റു 8 ഈക്വൽ ടു 46 എന്ന് കിട്ടിയില്ലേ? ഇതിൽ നിന്നും നമുക്ക് f കണ്ടുപിടിച്ചൂടെ? ഈ ഒരു രീതിയിലാണ് ഒരു ടേമും കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസവും മാത്രം തന്നു കഴിഞ്ഞാൽ ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, f പ്ലസ് 6ൽ നിന്നും 1 പോയാൽ എത്രയാ? 5. 5 ഗുണിക്കണം 8 എത്രയാ? 40 ഈക്വൽ ടു 46. ഇതിൽ നിന്നും f കണ്ടുപിടിച്ചൂടെ? ഈ പ്ലസ് 40 ആ സൈഡിലേക്ക് പോയാൽ എന്ത് വന്നു? 46 മൈനസ് 40. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 46ൽ നിന്നും 40 പോയാൽ 6. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 16ാമത്തെ പദവും 21ാമത്തെ പദവും കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16th ടേം അഥവാ 16ാമത്തെ പദം. nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം എങ്ങനെയാണ് എഴുതുക? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. f എത്രയാണ്? 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. n എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 16ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് n 16. d എത്രയാണ്? 8 ഈക്വൽ ടു 6 പ്ലസ് 16ൽ നിന്നും 1 പോയാൽ 15 ഗുണിക്കണം 8. 15 ഗുണിക്കണം 8 എത്രയാണ്? 15 ഗുണിക്കണം 8. 8 ഗുണിക്കണം 5 40 ആണ്. 4 ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി. 8 ഗുണിക്കണം 1 8 ആണ്. 8 കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12. അതായത് 15 ഗുണിക്കണം 8 നമുക്ക് എത്ര കിട്ടി? 120. 6 പ്ലസ് 120. 6 120 കൂട്ടിക്കഴിഞ്ഞാൽ 126. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 16ാമത്തെ പദം എത്രയാണ്? 126 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 21ാമത്തെ പദം 21st ടേം. 16ാം പദം കണ്ടുപിടിച്ച പോലെ തന്നെയാണ് നമ്മൾ 21st ടേമും കാണാനായിട്ട് പോകുന്നത്. f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. f എത്രയാണ്? 6 പ്ലസ് n എത്രയാണ്? 21ാമത്തെ പദമാണ് കാണേണ്ടത്, അതുകൊണ്ട് n 21. d എത്രയാണ്? 8 ഈക്വൽ ടു 6 പ്ലസ് 21ൽ നിന്നും 1 പോയാൽ 20 ഗുണിക്കണം 8. 20 ഗുണിക്കണം 8 എത്രയാണ്? 20 ഗുണിക്കണം 8. 8 ഇൻറ്റു 0 0. 8 ഇൻറ്റു 2 16. 20 ഗുണിക്കണം 8 എത്ര വന്നു? 160. 6 പ്ലസ് 160. 6 160 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 166. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 21ാമത്തെ പദം എത്രയാണ്? 166. ക്ലിയർ ആയില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് 2023 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ 2022 SSLC ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.